അപ്പോൾ ഒന്നാമത്തെ അധ്യാപകന് വേണ്ട ലക്ഷണം നോളജ്. നമ്മുടെ മേഖലയിൽ നമ്മൾ അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതിനെന്ത് വേണം? സിലബസ് വിട്ട് ചില പുസ്തകങ്ങളിലേക്ക് കടക്കണം. അല്ല, സിലബസിൽ മാത്രം കടിച്ചു തൂങ്ങിയാൽ അവസാനം നിങ്ങൾ ഓർക്കത്തില്ല. ഭാഷയുടെ വ്യാകരണത്തിനൊപ്പം ജീവിതത്തിന്റെ വ്യാകരണം കൂടെ പഠിപ്പിച്ചവരെ ആരും മറക്കത്തില്ല. 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർത്ത് ജലം ഉണ്ടാവുന്ന കെമിസ്ട്രി ടീച്ചർ പഠിപ്പിക്കുമ്പോൾ, ദാഹാർത്തിന് 1 ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന ജലത്തിന്റെ പിന്നിലെ ആ ആത്മീയത കൂടെ പഠിപ്പിക്കണം. സയൻസിലെ രാസക്കൂട്ടുകൾ പഠിപ്പിക്കുമ്പോൾ ജീവിതത്തിന്റെ രാസക്കൂട്ട് പഠിപ്പിക്കാൻ നിങ്ങൾ വിട്ടുപോകരുത്, അല്ലെ നിങ്ങളെ വിസ്മരിച്ചു കളയും. അതുപോലെ തന്നെ നമ്മൾ ചരിത്രം പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടിയുടെ ചരിത്രം കൂടെ പഠിക്കണം. നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടിയുടെ ചരിത്രം അറിയാണ്ടല്ലോ, അവൻ ചിലപ്പോ ബ്രോക്കൺ ഫാമിലിയിലാ, സിംഗിൾ പാരന്റാ. അവനപ്പോ അമ്മ അച്ഛന്റെ കാര്യം കൂടെ ചേർത്ത് പറയാനത്ത് അവന് സങ്കടം വരും. അവനെ മുന്നേ അഡ്രസ് ചെയ്യണം, അവനെ ബലപ്പെടുത്തണം. മോനെ, അച്ഛനില്ലാത്തത് നിനക്കൊരു ഇതിലുള്ള പദ്ധതി ഉണ്ടടാ. ഇതുപോലെ അച്ഛനില്ലാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് നാളെ ബലമാകാൻ നീ ഞങ്ങൾക്ക് സാക്ഷ്യമാടാവട്ടാ എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞാൽ ഓക്കെ. പോളിനെ ചരിത്രം പഠിപ്പിക്കണമെങ്കിൽ ആദ്യം പഠിക്കേണ്ട പോളിന്റെ ചരിത്രം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്, മനസ്സിലായോ? അപ്പൊ അവന്റെ ചരിത്രം പഠിപ്പിക്കാതെ ചരിത്രം പഠിപ്പിക്കരുത്. ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ചരിത്രത്തിൽ നിന്നൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു വീട്ടിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ എന്താ അവസ്ഥ എന്നറിയോ? അമ്മയ്ക്ക് ഭ്രാന്ത, അമ്മയെ തൊടലിലിട്ടിരിക്കുക. എനിക്ക് അത് പറയുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഈ തൊടലിലിട്ടിരിക്കുന്ന അമ്മയുള്ള വീട്ടിൽ നിന്ന് ഈ കുഞ്ഞു ഹയർ സെക്കൻഡറി വരുന്നത് ഒരേപോലെ യൂണിഫോം ഇട്ട് മുടിയൊക്കെ പിന്നെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ഫ്രണ്ടിരിക്കുന്ന അധ്യാപിക അറിയോ ഇവൾ ഏത് സങ്കടത്തിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന്? ഇവൾ അനുഭവിക്കുന്ന ആന്തരിക സംഘർഷം എന്താണെന്ന്? അവൾ പുഞ്ചിരിക്കുമ്പോൾ ആ പുഞ്ചിരിയുടെ പിന്നിലെ കണ്ണീര്. എൻ്റെ വൈഫ് അവിടെ ഇരുന്ന് കരഞ്ഞുപോയി. ഫോണിലൂടെയെങ്കിലും നിങ്ങൾക്ക് വീക്കായിട്ട് നിൽക്കുന്ന, ഇച്ചിരി അലമ്പായിട്ട് തോന്നുന്ന കുഞ്ഞുങ്ങളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിക്കുക. നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള മുൻവിധികളെല്ലാം മാറിത്തുടങ്ങും. അവരെ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കും. ശിക്ഷിക്കുന്നതിന് മുമ്പ് അവരെ അറിയണേ, ഇത്രയേ ഉള്ളൂ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജോലിക്കാരൻ രാവിലെ വരാൻ ഏറെ താമസിച്ചു. ഉച്ച കഴിഞ്ഞ് 12:30-1 മണിയായപ്പോൾ പുള്ളി ഓടി പ്രസവിച്ചു വന്നു. ഈ രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ദേഷ്യക്കാരനാണ്. ഇയാളെ വായി വന്നൊക്കെ വിളിച്ചു പറഞ്ഞു. ഇയാൾ പാവപ്പെട്ടവൻ ഓടി നടന്നുള്ള പണികളൊക്കെ തീരെ വേഗം ചെയ്തിട്ട് ഇയാൾ വീണ്ടും ഇച്ചിരി നേരത്തെ പോകാൻ വന്നപ്പോൾ വീണ്ടും ടാഗോറിന് ദേഷ്യം വന്ന്, ഉത്തരവാദിത്വം ഇല്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പുള്ളി പറയുന്ന, ക്ഷമിക്കണം അങ്ങുന്നേ, ഇന്നലെ രാത്രി എൻ്റെ മകൻ മരിച്ചുപോയി. ഇന്നലെ രാത്രി എൻ്റെ മകൻ മരിച്ചുപോയി. അവൻ്റെ അടക്കമൊക്കെ രാത്രി തന്നെ കഴിഞ്ഞു. അങ്ങയുടെ റൊട്ടീൻ തെറ്റാതിരിക്കാൻ ഞാൻ പാഞ്ഞു പിടിച്ച് വന്നതാ. നിങ്ങൾ പറ, ടാഗോറിൻ്റെ അവസ്ഥ എന്തായി?